നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് വൈഫൈ റൗട്ടേഴ്സ്. നമുക്കറിയാം, ഐഫോണുകൾ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റുകൾ എടുത്തു നോക്കിയാലും, മാക് ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ തന്നെ വന്നൊരു ടെക്നോളജിയാണ് വൈഫൈ 6 എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 സീരീസ് മുതൽ വൈഫൈ 7 ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഈ വൈഫൈ 6, 7 എന്നൊക്കെ പറയുന്നത് വൈഫൈകളുടെ ജനറേഷനാണ്. നമുക്ക് ബ്ലൂടൂത്ത് 4.0, പിന്നെ 5 വന്നു, 5.2 വന്നു, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ബ്ലൂടൂത്ത് 6 ആണുള്ളത്. സോ ടെക്നോളജി കാലങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല മാറ്റങ്ങൾ, എവല്യൂഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാവർക്കും വളരെ എളുപ്പമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 10-15 വർഷം മുന്നേ നമ്മളുടെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം 2Gയിൽ നിന്ന് അത് 3G വന്നു, 3Gയിൽ നിന്ന് 4G വന്നു. 4G വന്നതിന് ശേഷം ആ ഒരു 5G എന്നുള്ള ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറേ ഏറെ സമയമെടുത്താണ്. LTE, ലോങ് ടേം എവല്യൂഷൻ എന്ന് പറയുന്ന 4Gയിൽ നിന്ന് 5Gയിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത് LTEയിലായിരുന്നു. സോ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷമായിട്ട് 5Gയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ 5G യൂസേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വൈഫൈ ടെക്നോളജിയുടെ കാര്യം. വൈഫൈ 6 ഒക്കെ 2019 വന്ന ഒരു ടെക്നോളജിയാണ്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഐഫോണുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പിൾ ഡിവൈസുകളിലും വൈഫൈ 6 ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ 16 സീരീസിലും 17 സീരീസിലും വൈഫൈ 7 ആണുള്ളത്. സോ വൈഫൈ ടെക്നോളജിയുടെ ജനറേഷൻസ് മാറുന്നതനുസരിച്ച് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസുകളിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഉപയോഗിക്കുന്ന റൗട്ടേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ എന്ന് പറയുന്നത്, ആ റൗട്ടേഴ്സിന് ഈ പറഞ്ഞ ഫീച്ചേഴ്സോ കേപ്പബിലിറ്റീസോ ഫങ്ഷണാലിറ്റീസോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഐഫോണിൽ വൈഫൈ 6 or 7 ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന റൗട്ടർ, അതായത് നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വൈഫൈ ഉപയോഗിക്കുമ്പം ആ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന റൗട്ടറിന് വൈഫൈ 6 അല്ലെങ്കിൽ 7 കേപ്പബിലിറ്റി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടെക്നോളജിയുടെ ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് ഐഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം വൈഫൈ 6, 7 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ആണുള്ള 5നെ ഉപയോഗിച്ച് 40% ഹൈ ഡാറ്റ സ്പീഡും 75% ലോവർ ലേറ്റൻസിയും 300% ത്രൂ പുട്ടും ഉള്ള ഒരു ടെക്നോളജിയാണ്. പിന്നീട് വന്ന വൈഫൈ 7 എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ 45 GB/s ഒക്കെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. വൈഫൈ 6ന് 5നേക്കാൾ 75% ആയിരുന്നു അതിൻ്റെ ലോവർ ലേറ്റൻസി ലെവലെങ്കിൽ അതിനേക്കാൾ 4 മടങ്ങ് ലോവറാണ് ലേറ്റൻസിയുടെ കാര്യത്തിൽ വൈഫൈ 7 എന്നുള്ളത്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ റൗട്ടേഴ്സിൽ ഈ ടെക്നോളജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാനുകൾ ഏതും ആയിക്കോട്ടെ, നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് ഫുള്ളി ലഭിക്കത്തില്ല. നമ്മളിൽ പലരും യൂസ് ചെയ്യുന്നത് ജിയോ അല്ലെങ്കിൽ എയർടെൽ ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൽ നിന്ന് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ആയിരിക്കും. പക്ഷേ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബ്രോഡ്ബാൻഡ് മോഡം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടെക്നോളജി എല്ലാം കേപ്പബിൾ ആയിട്ടുള്ള മോഡമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി ഒരു റൗട്ടർ വാങ്ങി വെക്കാമെന്നാണ്. അതായത് DSL കേബിൾ ഉപയോഗിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വൈഫൈ 6 അല്ലെങ്കിൽ 7 എനേബിൾഡ് ആയിട്ടുള്ള മോഡത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫുൾ ഡാറ്റ സ്പീഡ് അഡ്വാൻറ്റേജോടെ ഈ ഒരു വൈഫൈ 6 അല്ലെങ്കിൽ 7 നമുക്ക് അഡ്വാൻറ്റേജ് തരുന്നത് ജസ്റ്റ് പേരുകളിൽ മാത്രമല്ല, പ്രത്യേകിച്ച് നിങ്ങളൊരു ക്രിയേറ്ററോ അല്ലെങ്കിൽ ഗെയിമറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഉണ്ടാകുന്ന ലേറ്റൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. സോ കറൻറ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ വൈഫൈ 7 എനേബിൾഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിന് നല്ല എക്സ്പെൻസീവാണ്. അവിടെയാണ് ഫ്ലിപ്കാർട്ടിൽ നിലവിൽ വൈഫൈ 6 എനേബിൾഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിന് നല്ല ഓഫേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഡീലിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ R15 എന്ന് പറയുന്ന വൈഫൈ 6 എനേബിൾഡ് ആയിട്ടുള്ള റൗട്ടേഴ്സ്. ഇത് AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റൗട്ടറാണ്. അതിൻ്റെ പ്രത്യേകത, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് എവിടെയാണോ കൂടുതൽ ട്രാഫിക് വേണ്ടത് അവിടത്തേക്ക് ഫുൾ റിസോഴ്സിനെ എൻഗേജ് ചെയ്യും. 2 എക്സ്പാൻഡബിൾ മെഷ്. അതായത് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഡെഡ് സോൺ ഉണ്ട്, അതായത് ആ ഒരു സ്പോട്ടിൽ പോയാൽ നമുക്ക് വൈഫൈ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഡീലിങ്ങിന് തന്നെ മെഷ് എക്സ്റ്റൻഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഡെഡ് സ്പോട്ടിലേക്ക് വൈഫൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 3 സെക്യൂരിറ്റി. WPA3 എന്ന് പറയുന്ന സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് ഈ റൗട്ടറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില വൈഫൈ റൗട്ടേഴ്സിലൊക്കെ നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വീക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കണക്ട് ചെയ്തേക്കുന്ന റൗട്ടറിൻ്റെ സെക്യൂരിറ്റി പോരാ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് വീക്ക് സെക്യൂരിറ്റി എന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ റൗട്ടർ എന്ന് പറയുന്നത് WPA3 ആണ്, ഹൈ സ്റ്റാൻഡേർഡുള്ള ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു എൻട്രി ലെവൽ വൈഫൈ 6 മോഡമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള മിനിമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നോർമലി നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്ന ഒരു മോഡത്തിനേക്കാൾ ഫാർ ബെറ്ററാണ്. കാരണം ഇതിൽ ഇൻ്റലിൻ്റെ AX1500ൻ്റെ വൈഫൈ
ചിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് തരുന്ന എന്താണോ ഡാറ്റ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതേ റേഞ്ചിൽ തന്നെ നമുക്ക് വൈഫൈ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതുമാണ്. സോ നിങ്ങളുടെ വീട്ടിൽ ഹോം സെക്യൂരിറ്റി സിസ്റ്റംസ് അല്ലെങ്കിൽ ഓട്ടോമേഷൻസ്, പ്രത്യേകിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വൈഫൈ 6ഉം 7ഉം സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള റൗട്ടേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അഡ്വാൻറ്റേജിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഞാൻ പറഞ്ഞ പോലെ കറൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ ഇത് നല്ലൊരു ഡീലിൽ അവൈലബിൾ ആണ്. സോ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മെലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വൺ. അൻറ്റിൽ ദെൻ, പീസ്.